ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് PCOD വരാനുള്ള കാരണങ്ങളും പിന്നെ PCOD ഉള്ളവർക്ക് കാണിക്കുന്ന ലക്ഷണങ്ങളും അതിൻ്റെ പരിഹാരങ്ങളുമാണ്. വീഡിയോ കണ്ട് ഫലപ്രദമായെന്ന് തോന്നിയാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇത് യൂസ്ഫുൾ ആവുന്നുള്ളവർക്ക് നിങ്ങളൊന്ന് ഷെയർ ചെയ്തും കൊടുക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. PCOD വരാനുള്ള ശരിക്കുമുള്ള കാരണം എന്താണെന്ന് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. എന്നാൽ ചില കാരണങ്ങൾ കൊണ്ട് ഇത് വരാം എന്നും പറയുന്നുണ്ട്. അതിൽ ഒന്നാണ് ജെനറ്റിക്സ്. ജെനറ്റിക്സ് എന്നാൽ പാരമ്പര്യമായി നമുക്ക് കിട്ടുന്നത്. നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക് ഇത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെയുള്ളൊരു കാരണമാണ് ഹോർമോണൽ ഇംബാലൻസ്. നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഹോർമോൺസിൻ്റെ തെറ്റായ രീതിയിലുള്ള ക്രമീകരണങ്ങൾ കൊണ്ടാണ് ഈ ഇംബാലൻസ് ഉണ്ടാകുന്നതും ഇതും ഒരു കാരണമായി പറയുന്നുണ്ട്. സ്ത്രീ ശരീരത്തിൽ പുരുഷ ഹോർമോൺ കൂടുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്നത്. ഇതൊരു രോഗമല്ല, ഇതൊരു അവസ്ഥയാണെന്ന് നമ്മൾ ഫസ്റ്റ് ആക്സെപ്റ്റ് ചെയ്യണം. PCOD ഉണ്ടെന്ന് ഒരാൾ കൺഫേം ചെയ്താൽ അത് നമുക്ക് ആർത്തവ അവസാനം വരെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അത് നമ്മുടെ ജീവിതശൈലി പോലെ ഇരിക്കും. ഈ ചിത്രത്തിൽ കാണുന്നില്ലേ, 2 പേർ ഈ ഒരു അക്കത്തെ 2 രീതിയിലാണ് കാണുന്നത്. അതുപോലെയാണ് ഈ PCODൻ്റെ അവസ്ഥ. നമ്മുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണോ അതുപോലെ അത് പ്രതിഫലിക്കും. നമ്മൾ നല്ല രീതിയിൽ ജീവിതശൈലി മുന്നോട്ട് കൊണ്ടുപോയാൽ PCOD നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. എന്നാൽ തെറ്റായ രീതിയിലാണെങ്കിൽ അത് കൺട്രോൾ ഇല്ലാതെ നമുക്ക് ദോഷമായി മാറും. ഇത് രണ്ടും സത്യമായിട്ടുള്ളൊരവസ്ഥയാണ്. അത് നല്ലതാണെങ്കിലും ദോഷമാണെങ്കിലും. PCOD എന്ന ഈ അവസ്ഥയെ കൂടുതൽ ദോഷമാക്കുന്ന ചില കാരണങ്ങളുണ്ട്. അതിൽ കൂടുതലും നമ്മുടെ ജീവിതശൈലിയാണ്. തെറ്റായ രീതിയിലുള്ള ഭക്ഷണ രീതി, ജങ്ക് ഫുഡ്സ്, ഫാസ്റ്റ് ഫുഡ്, ഫ്രൈഡ് ഫുഡ്സ് എന്നിവ കൂടുതൽ കഴിക്കുമ്പോൾ ഇതൊക്കെ PCODയെ ബാധിക്കുന്നു. ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മളിൽ ചിലർ അത് നല്ലതാണോ ദോഷമാണോ എന്ന് പോലും നോക്കാറില്ല. അത് കാരണമായി കൂടുതൽ കഴിക്കുകയും അതിന് ഫലമായി അമിതവണ്ണം വരികയും ചെയ്യുന്നു. അമിതവണ്ണം PCOD ദോഷകരമാക്കാൻ ഒരു കാരണമാണ്. ശരിയായ രീതിയിലല്ലാത്ത ഉറക്കം വേറൊരു കാരണമായി പറയുന്നുണ്ട്. സ്ട്രെസ്സും ഒരു കാരണമായും പറയുന്നുണ്ട്. PCOD ഉള്ളതിൻ്റെ ലക്ഷണങ്ങൾ ഏതെല്ലാമെന്ന് നോക്കിയാൽ ഇറഗുലർ പീരീഡ്സ് കറക്റ്റായി വരാതിരിക്കുന്നത് ഈ PCOD ഉള്ളത് കൊണ്ടാവാം. സാധാരണയായി 28 ദിവസം മുതൽ 35 ദിവസത്തിനുള്ളിലാണ് പീരീഡ്സ് വരേണ്ടത്. എന്നാൽ PCOD ഉള്ളവർക്ക് പല തരത്തിലാണ് വരുന്നത്. ഒന്നെങ്കിൽ 40 ദിവസം കഴിഞ്ഞ്, ഇല്ലെങ്കിൽ 2 മാസം കഴിഞ്ഞ്, ഇല്ലെങ്കിൽ 6 മാസം കഴിഞ്ഞ്, ഇല്ലെങ്കിൽ സ്പോട്ടിംഗ് ആയി വരാറുണ്ട്. വേറൊരു ലക്ഷണമാണ് അമിതമായ മുടി കൊഴിച്ചിൽ. വല്ലാതെ അങ്ങ് മുടി കൊഴിഞ്ഞു പോകുന്നുണ്ട്. എത്രയൊക്കെ ശ്രമിച്ചിട്ടും ഈ മുടി കൊഴിച്ചിൽ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പോലും പറ്റാറില്ല. കുറച്ചൊക്കെ മുടി കൊഴിയുന്നത് നാച്ചുറൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. എന്നാൽ തലയിലൊന്ന് ജസ്റ്റ് കൈ വെക്കുമ്പോൾ പോലും മുടി കൊഴിയുന്നൊരവസ്ഥയാണ് ഈ PCOD ഉള്ളവർക്ക്. വേറൊരു ലക്ഷണമാണ് മീശ, താടി, രോമങ്ങൾ. പുരുഷന്മാർക്കുള്ളതുപോലെ അല്ലെങ്കിലും കുറച്ചൊക്കെ മീശ, കുറച്ചൊക്കെ താടി വരുന്നത് ഇപ്പോൾ കാണാവുന്നതാണ്. പിന്നെ ചെസ്റ്റിലും വയറിലൊക്കെ പുരുഷന്മാരെ പോലെ രോമങ്ങൾ കാണാം. പിന്നെ കയ്യിലും കാലിലും അമിതമായി രോമ വളർച്ചയും കാണാം. വേറൊരു സിംറ്റമാണ് മൂഡ് സ്വിങ്സ്, ഡിപ്രഷൻ, ആൻസൈറ്റി. പറയുന്നത് പോലെ എളുപ്പമല്ല. എത്രത്തോളം ഗൗരവമേറിയതാണെന്ന് PCOD ഉള്ള സ്ത്രീകൾക്കിത് മനസ്സിലാക്കാവുന്നതാണ്. ചെറിയ കാര്യങ്ങൾക്ക് പോലും ദേഷ്യപ്പെടുക, ആങ്കർ ഇഷ്യൂസ്, സ്ട്രെസ് അടിക്കുക, ഇതെല്ലാം ഇതിൻ്റെ ഒരു പാർട്ടാണ്. നമ്മൾ പോലും ചിന്തിക്കും എന്താണ് ഞാൻ ഇങ്ങനെയെന്ന്. കാരണം PCOD ഉള്ളവർക്ക് ഇത് കോമൺ ആണ്. മറ്റുള്ളവർക്ക് ഇത് മനസ്സിലായെന്ന് വരില്ല. അത്രയ്ക്കും ഗൗരവമുള്ളൊരു കാര്യമാണിത്. പിന്നെയുള്ളൊരു സിംറ്റമാണ് ഡാർക്ക് പാച്ചസ്. നമ്മുടെ നെക്കിൻ്റെ ബാക്കിലും കക്ഷത്തും തുടയിലെല്ലാം ഇത് കാണുന്നുണ്ട്. ചിലർക്ക് കുറച്ചൊക്കെ കാണാം, പക്ഷെ PCOD ഉള്ളവർക്ക് ഇത് കൂടുതലായി കാണുന്നുണ്ട്. PCOD ദോഷമാവാൻ ഇതൊക്കെ ഒരു കാരണമാകുന്നുണ്ടെങ്കിലും നല്ലൊരു ലൈഫ് സ്റ്റൈലിലൂടെ PCOD നമുക്ക് കൺട്രോൾ ചെയ്യാനും പറ്റും. കൃത്യമായ ഡയറ്റ്, വർക്കൗട്ട്, യോഗാസ്, സ്ട്രെസ് ഫ്രീ ആയുള്ള ലൈഫ്, നല്ലൊരു സ്ലീപ്പൊക്കെ ഉണ്ടെങ്കിൽ
PCOD നമുക്ക് കൺട്രോൾ ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് നല്ലൊരു രീതിയിൽ ഗുണമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് യൂസ്ഫുള്ളായെന്ന് തോന്നിയാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടുതൽ PCOD, വുമൻസ് ഹെൽത്ത്, പ്രഗ്നൻസി കണ്ടൻസ് എല്ലാം ഞാൻ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. യൂസ്ഫുൾ ആവുമെന്ന് കരുതുന്നവർക്ക് ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഓക്കെ, ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.